ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തെല്ലെങ്കിൽ നമ്മൾ ഇതിനെങ്ങനെയുള്ള പ്രിപ്പറേഷൻ എന്തെല്ലാം ആക്കി അതിൻ്റെ കുറേ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ. അപ്പോൾ ഇത് എപ്പോഴത്തെ വീഡിയോ എന്നില്ലെങ്കിൽ തലേദിവസമല്ല, അതിൻ്റെ മുമ്പത്തെ ദിവസമുള്ള വീഡിയോ. അങ്ങനെ രാത്രി തന്നെ ഉമ്മ അരിയെല്ലാം കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയെല്ലാം അരി കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പിറ്റേ ദിവസം കാലത്ത്. അങ്ങനെ കാലത്ത് എണിച്ചിട്ട് അന്ന് കുറേ പണിയുണ്ട്. കുറേ എന്നില്ലെങ്കിൽ ഭയങ്കര പണിയുണ്ട്. അപ്പം ചൂടാനുണ്ട്, അങ്ങനെ കുറേ ചട്ടിപ്പത്തിൽ അതെല്ലാം ചൂടണ്ടേ, അതിൻ്റെ എല്ലാം ഉണ്ട്. അങ്ങനെ കാലത്ത് തന്നെ എണിച്ചിട്ട് ഇന്നെല്ലാം അരിയെല്ലാം എടുത്ത് വെച്ചിട്ട് അതിനെന്നെ ഉമ്മ അരക്കാൻ കീഞ്ഞ്. അങ്ങനെ അതെല്ലാം അരക്കുന്നുണ്ട്. ഞാൻ എണിച്ചിട്ട് വരുമ്പോഴേക്ക് എന്നെ ഉമ്മ ഇതിൻ്റെ എല്ലാം പണി തുടങ്ങിയിട്ടായിന്. അങ്ങനെ ഉമ്മ ഇതെല്ലാം അരക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം സമയത്ത് എന്താക്കി, കുറേ ഇതാണ്ട് റെക്കോർഡ്. ഇത് എൻ്റെ വെക്കേഷനിൽ ടീച്ചേഴ്സ് എഴുതാൻ തന്നത്. കുറേ ഉണ്ട് എഴുതാൻ. ഞങ്ങൾക്ക് ഇപ്പോൾ എപ്പോൾ എഴുതിയിട്ടാവും എന്നുള്ള കാര്യത്തിന് അറിയൂ റബ്ബ്. അത്ര ഉണ്ട് എനിക്ക് എഴുതാൻ. അങ്ങനെ അത് എഴുതിയിട്ടായിട്ട് പിന്നെ ഇത് പുട്ടെല്ലാം അരച്ചിട്ടായി. അങ്ങനെ ഇത് കാലത്ത് തന്നെ തുടങ്ങിന്. കാലത്ത് നിന്നില്ലെങ്കിൽ ഒരു 8 മണി അപ്പം എന്തോ തുടങ്ങിയെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ. അങ്ങനെ പുട്ടെല്ലാം അരച്ചിട്ടായി. പിന്നെ ഇവിടെ എൻ്റെ മാമ എന്താക്കുന്നുണ്ട്, ഇതിൻ്റെ കൊട്ടത്തേങ്ങ മുറുക്കിനേണ്ട്. അതെന്താക്കാനില്ലെങ്കിൽ ചട്ടിപ്പത്തലിലേക്ക് ഇടാൻ. എല്ലാവരും ആക്കുന്നത് തന്നെ, അന്നെങ്കിൽ ഞാൻ കാണിക്കുന്നതെന്ന് മാത്രമേ. അങ്ങനെ പുട്ടിനെല്ലാം ഉമ്മയുടെ ചൂടാക്കുന്നുണ്ട്. ഇതെല്ലാം പ്രിപ്പയർ ആക്കുമ്പോഴേക്കല്ലേ നമുക്കൊരു ഈ പെരുന്നാളിൻ്റെ വൈബ് കിട്ടുന്നതല്ലേ. അങ്ങനെ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം പുട്ട് റെഡിയാക്കിയിട്ട് വെച്ച് അതിലേക്ക് തേങ്ങയും എള്ളും ഇട്ടിട്ട് പാങ്ങല മിക്സ് ആക്കുന്നു. അങ്ങനെ അത് മിക്സ് ആക്കലും കഴിഞ്ഞിട്ടായിട്ട് ഇനിയാണ് ടാസ്ക്. യോപ്പ അത്തര ഉണ്ടാക്കാനുണ്ട് ചട്ടിപ്പത്തൽക്ക്. ഫുള്ളി എന്നെ റൗണ്ട് ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നതല്ലേ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട്, നീലു, ഞാൻ, ഉമ്മ, മാമ എല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ട് പരത്തിയത്. അങ്ങനെ ഏകദേശം ഒരു ഇത്ര ഉണ്ടായിന്. ഇത്രയായിട്ടാ പറയാമ്മ, എനിക്കറിയില്ല. ഇത്ര ഉണ്ടായിനിപ്പം. അങ്ങനെ അതിൻ്റെ ഒരു ടാസ്ക്കായി. ഇനി പിന്നൊന്ന് അതിനെല്ലാം പരത്തിയെടുക്കാൻ. ഫസ്റ്റ് ഭയങ്കര ആവേശത്തിലെല്ലാം ആക്കും. ബയ്യാകുമ്പോഴേക്ക് ഇയാളെ പിടിഞ്ഞിട്ട് മൂക്കിലേക്ക് എത്തും, ആ മാതിരിയാണ്. അങ്ങനെ ഇതെല്ലാം പരത്തുന്നുണ്ട്. ഇങ്ങനെ ആക്കി ഒരാൾ ബോളാക്കുന്നു, ഒരാൾ പരത്തുന്നു, ഒരാൾ എണ്ണ കെട്ടിയിട്ട് കച്ചുന്നു. അങ്ങനെ എൻ്റെ പണി ഇപ്പം എല്ലാം വീഡിയോ എടുക്കുന്നത് തന്നെ. അങ്ങനെ ഇതെല്ലാം പരത്തിയിട്ട് ഇത് ഒരു തുണിയിൽ വെക്കുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ എന്താക്കുന്നത്, എണ്ണക്കിടാൻ വേണ്ടിയിട്ട് ചട്ടിയെല്ലാം മാമ റെഡിയാക്കുന്നേ ഉണ്ട്. അങ്ങനെ ഒന്നൊന്നായിട്ട് ചട്ടിക്ക് ഇടുന്നേ ഉണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് ഒരേ ഒരു ബേജാറേ ഈ സമയത്തെല്ലാം ഉള്ളൂ. ഇതെല്ലാം തിന്നാൻ കഴിയാത്ത ബേജാർ. എന്തെന്നില്ലെങ്കിൽ നമുക്ക് 2 നോമ്പില്ലേ അറഫ ദിവസത്തിൻ്റെ. അങ്ങനെ അതിൻ്റെ നോമ്പ് നോക്കിയെക്കൊണ്ട് എന്ത് ബായ്ക്ക് പോയിട്ട എല്ലാം ആക്കുമ്പോഴേക്ക് എല്ലാം മറന്നിട്ട് ഇങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പോകുന്നു, എന്നെങ്കിലും തിന്നാൻ കഴിയുന്നില്ല എന്നിട്ടുള്ളൊരു ബേജാറുണ്ട്. അങ്ങനെ ചട്ടിപ്പത്തലിയുടെ ചുടുന്നുണ്ട് മാമ. അതിൻ്റെ അടുത്ത് ഞാൻ അപ്പുറത്ത് എന്താക്കുന്നില്ലെങ്കിൽ ഈത്തപ്പഴം കാച്ചിക്ക് വേണ്ടിയിട്ട് ഈത്തപ്പഴത്തിൻ്റെ വിത്തെല്ലാം കളിയുന്നുണ്ട്. അങ്ങനെ ഇത് ഒരുക്കിയിരുന്ന് വിടിഞ്ഞിട്ട് വിടീന്ന് ബീയും അപ്പം തന്നെ എണിച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നു. പണിക്കല്ല ഫോൺ വെക്കാൻ പോകുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് രാതിലാക്കുന്നു. അങ്ങനെ ഇത് ഞാൻ ഫുള്ളാക്കിയിട്ട് തീർത്തത്. അങ്ങനെ ഈ ഈത്തപ്പഴം തൊല്ലുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മാമയുടെ ചട്ടിപ്പത്തലാക്കുന്നുണ്ട്, ഉമ്മ അതിനെ ബോളാക്കുന്നുണ്ട്, പരത്തുന്നുണ്ട്. അങ്ങനെ ഭയങ്കര തിരക്കാഞ്ഞി ഈ ദിവസം. അങ്ങനെ ഇത്ര ഒരു ഉച്ചയാകുമ്പോഴേക്ക് എന്തോ ഇക്കുറി ലേറ്റായി നമ്മൾ പെരുന്നാളിൻ്റെ അപ്പം എല്ലാം ഇങ്ങനെ ചുട്ടിട്ടാകുമ്പോഴേക്ക് ചട്ടിപ്പത്തലയുടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് എൻ്റെ ഈത്തപ്പഴത്തിൻ്റെ വിത്തെടുത്തിട്ടും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഈത്തപ്പഴം റെഡിയായി, ചട്ടിപ്പത്തലിൻ്റെതും റെഡിയായി. ഇനി ഈത്തപ്പഴം കാച്ചാണ്ടത്. അടുത്ത ഇട മാമാക്കുന്നുള്ള എന്തെല്ലെങ്കിൽ കടലാച്ചി നമ്മൾ എന്ന് പറഞ്ഞാൽ കടലാച്ചിന്ന് നിങ്ങൾ എന്തുള്ള. അങ്ങനെ ഞങ്ങൾക്ക് ഈ കടലാച്ചി ഇല്ലേ ഒറ്റ കിട്ടുന്നതിനെ കാട്ടി നല്ലത് ഇഷ്ടം. എങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒക്കത്തെ കൂടിയിട്ടുണ്ടാകുന്ന അങ്ങനത്തെ തിന്നാനാണ് ഇഷ്ടം. അങ്ങനെ ഓരോരു തരം എല്ലാം ഉണ്ട്. അങ്ങനെ കടലാച്ചിയും ചുട്ടിട്ട് വെക്കുന്നുണ്ട്. അടുത്തതാണ് ഈത്തപ്പഴം കാച്ചി. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്തെല്ലെങ്കിൽ മൂടപ്പം, അങ്ങനെയല്ല ചെല്ലുന്ന മൂടപ്പവും ചെല്ലുന്ന കേക്കപ്പവും ചെല്ലുന്ന അങ്ങനെ എന്തെല്ലാം ചെല്ലുന്നതിന് അതിഷ്ടം. പക്ഷെ അത് ഈ കുറി ആക്കിയിട്ട് എന്തിനും ടൈം കിട്ടിയിട്ട് ഇതെല്ലാം എപ്പോൾ ഇതിൻ്റെ അപ്പത്തിൻ്റെ പണിയായത് ഒരു ഫുൾ ഡേ അപ്പത്തിന് തന്നെ അതിന് അങ്ങനെ ഈത്തപ്പഴം കാച്ചിയായി, കടലാച്ചിയായി, ചട്ടിപ്പത്തലായി, എല്ലായി. ഇനിയുള്ളതാണ് യല്ലാ ഒരു 8ൻ്റെ അല്ല 16ൻ്റെ പണി എന്നെ കിട്ടീന് റബ്ബയിലേക്ക്. ബിടിഞ്ഞിന്ന് വെച്ചെല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിടിയൽ എവിടെയും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തെല്ലെങ്കിൽ നമ്മൾ ബീഡിയപ്പം ആക്കാൻ വേണ്ടി കഴിഞ്ഞ പെരുന്നാൾക്ക് ആക്കിനായി. അങ്ങനെ ഉമ്മയിലേക്കും ആക്കാൻ വേണ്ടിയിട്ട് കിഞ്ഞിട്ട മണ്ണല്ലി ചെറിയ ബോൾസ് ആക്കണമെന്നില്ല. ആക്കിയിട്ട് ചെറുതാക്കി വലുതാക്കിയതിനെയും കൂടി നമ്മൾ ചെറുതാക്കിയിട്ട് പരത്തി അങ്ങ് തീർന്നുണ്ടാവും.
പരത്തിയിട്ട് റോളാക്കാൻ പെട്ടപാട് നോമ്പ് തുറക്കാനുമായി അങ്ങനെ എല്ലാം ലാസ്റ്റ് ആക്കിനൊരിക്കൽ ലാസ്റ്റ് ബീഡി ആക്കാത്ത തന്നെ ചട്ടിക്കിടാന്നെല്ലാം നിരിച്ചിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ അപ്പത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് നോമ്പും തുറന്ന് അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ മൊയിലാഞ്ചിൻ്റെ തുടങ്ങി. ഞാൻ അങ്ങനെ കാലത്ത് തന്നെ ഫുൾ അപ്പത്തിൻ്റെ പണിയായതുകൊണ്ട് മൊയിലാഞ്ചിൻ്റെ പണിക്ക് എന്തിനാ പോയിട്ടാൻ. അങ്ങനെ ഇപ്പോൾ ലാവായപ്പോൾ അപ്പുറത്തെ ഇഷാലും അമാലും എന്താക്കി മൊയിലാഞ്ചി വെക്കാനായിട്ട് വന്നിട്ടുണ്ടായി. അങ്ങനെ ഓർക്ക് ഇന്ന് തന്നെ വെച്ചിട്ട് തീർന്നെങ്കിൽ പിന്നെ ബാക്കി നാളെ വെക്കാനായിട്ട് ഞാൻ ഓർക്ക് തന്നെ ലാവ് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായി. അങ്ങനെ അമാലുക്ക് ബിയ്യം വെച്ച് അമാലു അല്ല ഇരുന്നെടുത്തേക്ക് നിൽക്കുന്നില്ല. പിള്ളേരിങ്ങനെ എണിച്ചോണ്ട് പായണ്ടല്ലേ പിള്ളേർക്ക്. എങ്ങനെയെങ്കിലും ഉമ്മ പിടിച്ചിട്ട് ഇരുത്തിച്ചിട്ട് ഒരിക്കൽ വെച്ച് 2 ബാക്ക് ഹാൻഡിലേക്ക് മാത്രം വെച്ചേ. അങ്ങനെ അടുത്ത ഓളെ സിസ്റ്റർ ഇഷാലുക്ക് വെച്ച് അങ്ങനെ ഇഷാലുക്കും 2 ബാക്ക് ഹാൻഡിലേക്ക് വെച്ചിട്ട് അതിന് അപ്പോൾ എങ്ങനെയുണ്ട് നല്ല ഉണ്ടാകുന്ന നിങ്ങൾ ചെല്ലണോ കമൻറ്റിൽ. അങ്ങനെ ഇഷാൽ രണ്ട് AC കാക്കുന്ന തന്നെ ഇവിടെ പണി. അങ്ങനെ ഓരോ 2 മൊയിലാഞ്ചീൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ വന്നവർക്ക് വെച്ചിട്ട് അങ്ങനെ ഇത് പിറ്റേ ദിവസത്തെ വിശേഷം. ഇനി വരുന്നത്തെ ഫുൾ അപ്പത്തിൻ്റെ പണിയെല്ലാം ഇല്ലേ. ഇനി ഇത് പിറ്റേന്ന് കാലത്ത് ഇതിപ്പോൾ സൺഡേ ആണ്, മൺഡേ അല്ല പെരുന്നാൾ കഴിഞ്ഞാൽ അപ്പോൾ ഇത് സൺഡേ ആയിട്ടുണ്ടാവും. അങ്ങനെ അന്ന് ഒരാൾക്കും ഞാൻ കാലത്തേന്ന് ഉച്ചോളം മൊയിലാഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര തിരക്കാഞ്ഞ് പൊരൽ പണിയെല്ലാം ഉണ്ടായി കുറേ. അങ്ങനെ കാലത്ത് കുറേ പിള്ളേർ വന്നിട്ട് മുറെല്ലാം അയച്ചത് അതിൽ. ഇത് ഇപ്പോൾ മൊയിലാഞ്ചി വെച്ചത് കാണിച്ചത് റഹാക്കാവേ. അങ്ങനെ ഓള് കുറേ നേരം വന്നിട്ടാകുമ്പോൾ ഞാൻ ഒരിക്കൽ വെച്ച് കൊടുത്തു ഞാൻ ഫ്രീ ആയിട്ടാകുമ്പോൾ. പിന്നെ ഞാൻ ഇത് പോകുന്നത് അമ്രീനാൻ്റെ അടുക്ക് മൊയിലാഞ്ചി വെക്കാൻ. അത് ഓളൊരു കൈക്ക് വെച്ചിനാഞ്ഞ്. അങ്ങനെ അതേപോലെ ഓളെ വെളുത്ത് കൈക്ക് വെക്കണം. ഓള് നല്ല വെക്കുന്നു മൊയിലാഞ്ചി. അങ്ങനെ ഓളെ വെളുത്ത് കൈക്കൊക്കെ വെക്കാൻ കാലല്ലോ, അതിനോണ്ട് എന്നെ വിളിച്ചത്. ഓളൊരിക്കൽ എൻഗേജ്മെൻറ്റിന് വിളിച്ചിനെ. എൻഗേജ്മെൻറ്റിനല്ല നിക്കാഹിന് വിളിച്ചിനെ. അപ്പോൾ ഞങ്ങൾക്ക് മമ്മീൻ്റെ അവിടെ ഉള്ളത് കൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഈ പെരുന്നാൾക്ക് വിളിച്ചിട്ടാകുമ്പോൾക്ക് എൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ഒരിക്കൽ പോയി അടുക്ക് കാലത്തേ വിളിച്ചിനായി. അങ്ങനെ ഓൾക്ക് ഇപ്പുറത്തെ കയ്യിൽ വെച്ച പോലെ തന്നെ പുറത്തേക്കും വേണമല്ലോ. അങ്ങനെ ആടെ ഞാൻ ഒരു ബൈറ്റാകുമ്പോൾക്ക് പോയിട്ട് ഈ മാതിരി വെച്ചിട്ട് കൊടുത്ത് ഓക്കെ ഇഷ്ടമായി നല്ല ചെലീന്. അപ്പോൾ നമുക്കൊരു ഹാപ്പി ആയാലും അതെല്ലാം കേൾക്കുമ്പോൾക്ക്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ആടുന്ന് വരുമ്പോൾക്ക് നമ്മളെ ഇൻഷാൻ്റെ അടുക്ക് പോയിട്ട് ഓൾക്ക് മൈലാഞ്ചി വെച്ച് കൊടുത്ത്. അങ്ങനെ ഇൻഷക്കുട്ടി നല്ല പാങ്ങൽ ഓൾക്ക് എന്തോ ഒരു ഇഷ്ടമല്ല ഇങ്ങനെ മൊയിലാഞ്ചി എല്ലാം വെച്ചിട്ട് ചെയ്യാനല്ലോ. അങ്ങനെ ഓൾ നല്ല പാങ്ങല കൈയെല്ലാം കാട്ടി തരുന്നുണ്ട്. അതിനകത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു സുഖമല്ലേ മൊയിലാഞ്ചി വെക്കാൻ. അങ്ങനെ എത്ര അനങ്ങല അല്ലെങ്കിൽ പിള്ളേരെല്ലാം അനങ്ങുമല്ലോ. അങ്ങനെ ഓൾക്കും നല്ല ചേൽക്ക് മൊയിലാഞ്ചെല്ലാം വെച്ച് കൊടുത്ത്. ഇപ്പം എല്ലാം നമുക്ക് ബാങ്കെല്ലാം കൊടുക്കാനായി. അങ്ങനെ ഞാൻ ബിയ്യ പോകുന്നത് നോമ്പെല്ലാം തുറക്കായില്ലേ. അങ്ങനെ ഇൻഷക്കുട്ടിക്ക് 2 കൈക്കും ബിയ്യം വെച്ചിട്ട് ഞാൻ പോയി. അങ്ങനെ ഇൻഷാൻ്റെ 2 കയ്യിലത്തെ മൊയിലാഞ്ചിൻ്റെ ഡിസൈൻ ഇതാവേ. എന്തോ ഒരു ഇഷ്ടപ്പെട്ടിന് അങ്ങനെ നോക്കിയിട്ടിരുന്നിന് അങ്ങനെ മൊയിലാഞ്ചിനെ. അങ്ങനെ നിങ്ങൾ ഇത്ര സമയം കേട്ടത് തക്ബീർ. അത് ഞാൻ കേൾപ്പിച്ചതാവേ. പെരുന്നായി എന്നിട്ടുള്ളൊരു സന്തോഷത്തിൽ ഞാൻ റെക്കോർഡാക്കിയതത്. പിന്നെ ഇതെന്ത് പ്രഹസനം എന്നില്ലെങ്കിൽ പെരുന്നാളിൻ്റെ തക്ബീർ കൊടുത്തന്ന് ഞങ്ങൾക്കൊരിതുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിലത്തെ ലൈറ്റ് എല്ലാം ഇട്ടിട്ട് വെക്കുന്നൊരു നമ്മൾ പെരുന്നാളിൻ്റെ പൊലിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഇട്ടിട്ട് വെക്കുന്നത്. അത് ഒരു നേരം കഴിഞ്ഞിട്ട് നമുക്ക് എന്നെ ബന്ധാക്കും. അത് പറയും. അങ്ങനെ ഇപ്പം ഞാൻ തക്ബീരെല്ലാം അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടെല്ലാം പോകുന്നത് റുക്കി ബാബീൻ്റെ അടുക്ക് മൊയിലാഞ്ചി വെക്കാൻ പോയത്. ഞാനും റിയാനെയും കൂട്ടിയിട്ട് പോയതാവേ. അങ്ങനെ ആടെ നോക്കുമ്പോൾ ബിഗ് ബോസ് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറെ സന്തോഷമായി. ബിഗ് ബോസ് ഇന്ന് ആര് ജയിക്കുന്നേ എന്നിട്ടുള്ള ഒരു രീതിയിലുള്ള. അങ്ങനെ റുക്കി ബാബിക്ക് ഞാൻ TVയും കണ്ടിട്ട് മൊയിലാഞ്ചെല്ലാം വെച്ച് ഇങ്ങനെ ബിയ്യം വെച്ച് അങ്ങനെ പിള്ളേരെല്ലാം ഇതാക്കുന്നിട്ട് റുക്കി ബാബിക്കും ബിയ്യം വെച്ചിട്ട് വന്ന് 2 കൈക്കും. അങ്ങനെ പൊരുക്കെത്തി ജിൻഡോ കപ്പടിച്ച് അതെല്ലാം നോക്കിയിട്ട് നമ്മൾ വന്ന് പൊരുക്കെത്തിയിട്ട് നോക്കുമ്പോഴേക്കുള്ള അവസ്ഥയാണ് ഇത്. ഉമ്മ ഒന്നിലും എല്ലാം കൂടിയിട്ട് എല്ലാം നാളത്തെ പ്രിപ്പറേഷൻ ആക്കുന്നുണ്ട്. നാളെയല്ല പെരുന്നാൾ, ഇത് സൺഡേ രാത്രി. അങ്ങനെ ഇവിടെ ചിക്കനെല്ലാം മാരിനേറ്റ് ആക്കിയിട്ട് വെച്ചിന്. പിന്നെന്തത് മുന്തിരിങ്ങ വേവിച്ചിട്ട് വെച്ചിന്. ഇക്കൊരു ഗ്രേപ്സിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ എപ്പോഴും ഒരു പിസ്ത. ഞങ്ങൾക്ക് എന്തോ ഒരു ഇഷ്ടം പിസ്ത. എപ്പോഴും പിസ്ത ആക്കുന്നത്. ഇക്കൊരു ഗ്രേപ്സും എനിക്കിഷ്ടം. അങ്ങനെ ഇവിടെ ചില്ലീൻ്റെ പ്രിപ്പറേഷൻസായി. ചില്ലിയും ആക്കിയിട്ട് കഴിഞ്ഞ് ഇനി ഇത് ഫ്രൈഡ് റൈസും ചില്ലിയും ആക്കുന്നത്. അങ്ങനെ ചില്ലീൻ്റെതെല്ലാം ഇത് ലേറ്റായിന് ഇതെല്ലാം ആകുമ്പോഴേക്ക് ഇനി ഇപ്പം ആക്കുന്നുള്ളത് എൻ്റെ സ്പെഷ്യൽ പുഡിങ്. അങ്ങനെ കാരമൽ പുഡിങ് ആക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് പെരുന്നാൾക്ക് പുഡിങ് ആക്കലേ ഇല്ലമ്മോ. ഇങ്ങനെ ജസ്റ്റ് ആക്കാൻ നിന്നിട്ട് കൊടുക്കാനല്ല, ഇങ്ങനെ നമ്മൾ ചോറ് വേവിച്ചിട്ടായിട്ട് ആക്കാൻ നിന്നിട്ട് കൊടുക്കാൻ അപ്പോൾ ഇല്ലേ. അങ്ങനെ ഞാനിവിടെ കാരമൽ പുഡിങ് ആക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പേര് മാത്രം എല്ലാം ആക്കുന്ന ഉമ്മ. അങ്ങനെ അതിൻ്റെ കാരമൽ സോസും പുഡിങ്ങിൻ്റെ ട്രേക്ക് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ആക്കിയിട്ടാകുമ്പോഴേക്ക് ഉറങ്ങുമ്പോഴേക്ക് തന്നെ ഒരു 12 മണി എന്തോ ആയിട്ടുണ്ടാവും.
അങ്ങനെ അതെല്ലാം തളിച്ചിട്ട് വരുമ്പോൾക്ക് തളിച്ചിട്ടായിട്ട് പുഡിങ്ങില്ലേ ട്രേയിലേക്ക് ഒഴിച്ച് ഇനി അത് കുറച്ച് കൂളാവാൻ വെക്കാം. കൂളായിട്ടായിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അങ്ങനെ അന്നത്തെ രാത്രിയും അങ്ങനെ കഴിഞ്ഞ് ഭയങ്കര തിരക്കുള്ള 2 ഡേയ്സാണ് സാറ്റർഡേ സൺഡേ. അങ്ങനെ ഇത് പെരുന്നാളിൻ്റെ രാവിലെയാണ്. എത്ര എന്തെന്നില്ലെങ്കിലേ പെരുന്നാളിൻ്റെ അന്നത്തെ രാവിലത്തെ മജ്ജ അതെന്തോരന്നെ അതാടെ മാത്രം കിട്ടും. പള്ളിയിലത്തെ തക്ബീറും പുരയിലത്തെ തിരക്കും എല്ലാമായിട്ട് നമ്മൾ ഡ്രസ്സെല്ലാം എടുത്തിട്ട് വെക്കുന്നതും പായുന്നതും ഭയങ്കര തന്നെയല്ലേ. അങ്ങനെ ഉമ്മയുടെ കാലത്ത് തന്നെ പൂരി ഭാജി ആക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ഇത് പെരുന്നാൾക്ക് മസ്റ്റായിട്ടുള്ളൊരു സാധനം നമ്മളവിടെ ഇക്കുറി ബാക്കാച്ചിയില്ല. ബാക്കാച്ചിയും കേങ്ങാച്ചിയും ഇല്ലാത്ത പെരുന്നയില്ല നമ്മളവിടെ. ഇക്കുറി ബാക്കാച്ചി ഇല്ല എന്താന്തോ. അങ്ങനെ കേങ്ങിന് മാമ മുറിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജ്യൂസ് എല്ലാം റെഡിയാക്കുന്നുണ്ട്. വേവിച്ചത് കാലത്ത് അടിച്ചത് അതിനെ ജ്യൂസാക്കിയിട്ട് അങ്ങനെ ഉമ്മയുടെ കേങ്ങാച്ചുന്നുണ്ട്. പിന്നെ നീലോഫർ ഇവിടെ എന്താക്കുന്നുണ്ടെന്നില്ലെങ്കിൽ ഫ്രൈഡ് റൈസിനുള്ള എല്ലാം കട്ടാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം അതെല്ലാം റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. അതെല്ലാം ഓളെ പണി. എനിക്ക് ഇന്ന് കാലത്ത് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. പിന്നെ സലാഡാക്കാനും എല്ലാം തന്നെ റെഡിയാക്കുന്നുള്ളത്. ഞങ്ങൾക്ക് കാലത്ത് എന്തില്ല റെഡിയായി മാത്രം മതി. അങ്ങനെ ഞാൻ ബിയോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ബിയോ കീന്ന് ഇപ്പോൾ ഒന്നല്ലെങ്കിൽ ഉപ്പാൻ്റെവരെല്ലാം പള്ളിയിൽ നിന്ന് വന്നിട്ടായിട്ട് അപ്പം എന്നെ കീഞ്ഞിട്ട് പോന്നു. അങ്ങനെ ഞാൻ തിന്നിട്ടെല്ലാമായിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾക്ക് മൂത്ത വന്ന് പോയിക്ക്. ഇന്നത്തെ ഫസ്റ്റ് ആൾ മൂത്ത. അങ്ങനെ മൂത്താക്ക് ജ്യൂസെല്ലാം വെച്ചിട്ട് കൊടുത്ത് ഇത്ര സാധനമാണ് ഞാൻ മാക്കിയത്. എല്ലാ അപ്പവും കണ്ടില്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കീഞ്ഞിട്ടെല്ലാം ആയിട്ടായിട്ട് ഇതാണ് വരുന്നത് ഇച്ചും ഫാത്തിമ. കണ്ടെങ്കിൽ എന്ത് തോന്നുന്നു പ്ലാൻ ഡേ അല്ലേ. അങ്ങനെ ഓരെപ്ലേ വന്നിന് ആദ്യം ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് വരുത്തിച്ച്. അങ്ങനെ പെരുന്നാളിൻ്റെ ഡേ ഞാൻ എടുക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം നിങ്ങൾക്ക് ബോറടിക്കും. കണ്ടില്ലേ പാത്തുമ്മേൻ്റെ അടുക്ക് പോന്ന്, തായിരമ്മേൻ്റെ അടുക്ക് പോന്ന്, എല്ലാവർക്കും ഞാൻ്റെ അടുക്ക് പോന്ന്, എല്ലായിടത്തും പോന്ന്. അങ്ങനെ ഇതാണ് റിഷാനാബീൻ്റെ അടുക്കും പോയി. ഇതെല്ലാം കണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും എന്നിട്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ആക്കാത്തവ. സോ അങ്ങനെ എല്ലായിടത്തേക്ക് പോയിട്ട് ജ്യൂസ് കുടിക്കുന്നത് ഇതെന്നെ പണി. പെരുന്നാൾക്ക് വേറെന്തുള്ള. അങ്ങനെ പെരുന്നാളിൻ്റെ ദിവസം രാത്രിയാണ് ഞാൻ മൊയിലാഞ്ചി വെച്ചത്. കാരണം അന്നത്തെ ദിവസം എല്ലാത്തിനും ഞങ്ങൾക്ക് വേറെ ടൈം കിട്ടിയിട്ടാണ് വെക്കാൻ. സോ കണ്ടില്ലേ നമ്മൾ പ്രിപ്പറേഷൻസ് കണ്ട് വ്ലോഗ് ഡേ ഇൻ മൈ ലൈഫ് ഇട്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും എന്നിട്ട് ഞാൻ ഇടാത്താവേ. സോ ഇത്ര തന്നെ എൻ്റെ ഒരു preparations. And so if you like this video, do like, share, comment and subscribe.